ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം നേരുകയാണ്. എന്തൊക്കെ വിശേഷങ്ങൾ? ഞാനിന്ന് ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് അതിസുപ്രധാനമായൊരു വിഷയം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ഡിസംബർ 17 ബുധനാഴ്ച ചന്ദ്രിക ദിനപത്രത്തിൽ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു ലേഖനമാണ്. അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനൊക്കെ ശ്രമിക്കണം എന്ന് ആദ്യമേ ഉണർത്തുകയാണ്. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, നമ്മൾ ലേഖനത്തിലേക്ക് കിടക്കുക. മഹാത്മാവിനെ തുടരുത് എന്ന തലക്കെട്ടിൽ നെല്ലിയോട്ട് ബഷീർ എഴുതിയിട്ടുള്ള ലേഖനമാണ്. ഗാന്ധിജി ഇന്ത്യയുടെ ജീവാത്മാവും പരമാത്മാവുമാണ്. ഒരു വ്യക്തിയായി മാത്രമല്ല അദ്ദേഹം ചരിത്രത്തിലുള്ളത്. ഒരു ആശയമായി, ഒരു മൂല്യബോധമായി, ഒരു നൈതിക ദിശാസൂചികയായി ഇന്ത്യയുടെ മനസ്സിൽ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അഹിംസയും സത്യവും അദ്ദേഹത്തിനൊരു രാഷ്ട്രീയമല്ലായിരുന്നു. അഹിംസയും സത്യവും അദ്ദേഹത്തിനൊരു രാഷ്ട്രീയ തന്ത്രമല്ലായിരുന്നു. അത് ജീവിതത്തിൻ്റെ ആത്മാവായിരുന്നു. അധികാരത്തേക്കാൾ ഉത്തരവാദിത്തവും വിജയത്തേക്കാൾ മാനവികതയും ശക്തിയേക്കാൾ നൈതികതയും വിലമതിച്ച നേതൃമാതൃകയാണ് ഗാന്ധിജി നമുക്ക് നൽകിയത്. ദരിദ്രൻ്റെ കണ്ണീരും ദുർബലൻ്റെ വേദനയും തൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രത്തിലാക്കിയ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തെ ഒരു ജനകീയ ആത്മീയ പ്രസ്ഥാനമാക്കി മാറ്റി. ഗ്രാമീണ ഇന്ത്യയുടെ ഹൃദയമിടിപ്പ് അദ്ദേഹം കേട്ടു. ചർക്ക പോലുള്ള ലളിതമായ അടയാളത്തിലൂടെ സ്വാഭിമാനവും സ്വയം പര്യാപ്തതയും രാജ്യത്തിൻ്റെ ആത്മാവിലേക്ക് തട്ടുപിടിപ്പിച്ചു. മതങ്ങളെയും ഭാഷകളെയും ജാതികളെയും അതിജീവിക്കുന്ന മനുഷ്യ സ്നേഹത്തിൻ്റെ സന്ദേശമായിരുന്നു ഗാന്ധിജിയുടെ ഇന്ത്യ. അങ്ങനെയുള്ള മഹത് വ്യക്തിയെ തമസ്കരിക്കുകയും തേജോവധം ചെയ്യുകയും ചെയ്താൽ ഭാരതനാട് പൊറുക്കില്ല. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ നിന്ന് പട്ടിണി തുടച്ചു മാറ്റിയ ഓരോ തൊഴിലാളിയുടെയും വീട്ടമ്മമാരുടെയും കയ്യിൽ പണമെത്തിച്ച് അവരുടെ ജീവിത സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന ഏറ്റവും ആശയസമ്പന്നമായ പദ്ധതിയായിരുന്നു മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് അഥവാ തൊഴിലുറപ്പ് പദ്ധതി. ഇന്ത്യയിലെ വിദൂര ഗ്രാമാന്തരങ്ങളിൽ നിന്ന് അത് പട്ടിണിയെ അകറ്റി നിർത്തി. ഏറ്റവും ദരിദ്രനായ മനുഷ്യനെ പോലും സംരക്ഷിക്കുന്ന സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ്വർക്കായി അത് മാറി. നേരിട്ട് തൊഴിലാളികളിൽ പണമെത്തിക്കുന്നത് വഴി ഇടനിലക്കാരുടെ ചൂഷണം പൂർണ്ണമായും ഇല്ലാതാക്കി. ഒരു പുതിയ ഇന്ത്യയുടെ തുടക്കമായിരുന്നു ഈ സമ്പ്രദായം. ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് സ്വപ്നം കണ്ട രാഷ്ട്രപിതാവിൻ്റെ പേര് ആ പദ്ധതിയുടെ കാവ്യനീതിയായിരുന്നു. ഉറപ്പ് നൽകുന്ന 100 ദിവസത്തെ ജോലി അവകാശം ദരിദ്രരായ മനുഷ്യരോടുള്ള നീതിയായിരുന്നു. ആ പദ്ധതി ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാരെ പ്രീണിപ്പിച്ചില്ല. ആ പദ്ധതി ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്തില്ല. പക്ഷേ ദാരിദ്ര്യം മൂലം ജീവിതം വഴിമുട്ടിയ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് പ്രത്യാശയുടെ വെളിച്ചമായി. പട്ടിണി മൂലം ആത്മഹത്യാ മുനമ്പിൽ നിന്ന കുടുംബങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചു. പണം നേരിട്ട് കയ്യിലെത്താൻ തുടങ്ങിയതോടെ ഗ്രാമാന്തരങ്ങളിൽ ഉപഭോഗം വർദ്ധിച്ചു. ക്രയവിക്രയങ്ങൾ കൂടി. ചെറുകിട ബിസിനസ്സുകാരിൽ ഊർജം നിറച്ചു. രാജ്യത്തിൻ്റെ സമഗ്രമായ സാമ്പത്തിക വളർച്ചയ്ക്ക് ഏറ്റവും മികച്ച അടിസ്ഥാനം നൽകി. ഇനി ആ ദിനങ്ങളില്ല. ഇന്ത്യയിലെ ഏറ്റവും വിപ്ലവകരമായ ഈ പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് എടുത്തുകളഞ്ഞ്, തൊഴിലവകാശം എടുത്തുകളഞ്ഞ് ആ പദ്ധതിയെ ആപ്പാടെ തകർത്തുകളയാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് ഇന്ത്യൻ ഗ്രാമങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാനുള്ള ശ്രമമാണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അതിജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര്. ഈ പുതിയ പദ്ധതി നിലവിൽ വരുന്നതോടെ കോടിക്കണക്കിന് തൊഴിലാളികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് പുറത്താകും. കാരണം ഓരോ സംസ്ഥാനത്തും ഗ്രാമീണ മേഖല ഏത് എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാർ നിക്ഷിപ്തമാകും.
കേന്ദ്ര സർക്കാർ ഗ്രാമീണമെന്നു അംഗീകരിക്കാത്ത മേഖലകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ സ്കീമിൽ നിന്ന് പുറത്താകും. സെമി അർബൻ ലാൻഡ്സ്കേപ്പ് ഉള്ള കേരളത്തെ ആയിരിക്കും ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത്. എന്നു മാത്രമല്ല, പദ്ധതി നിലവിലെ 46% സംസ്ഥാനം വഹിക്കണമെന്നാണ് പുതിയ നിബന്ധന. ചുരുക്കത്തിൽ UPA സർക്കാർ വിഭാവനം ചെയ്ത മഹാത്മാഗാന്ധിയുടെ പേരിൽ നടപ്പാക്കിയ ഈ പദ്ധതിയുടെ എല്ലാ ജനോപകാരപ്രദമായ ഘടകങ്ങളും എടുത്തുകളഞ്ഞ് മഹാത്മജിയുടെ പേര് പോലും നീക്കം ചെയ്ത് ഇതിന് പരിമിതമായ ബജറ്റ് മാത്രം സൃഷ്ടിച്ച് ഈ പദ്ധതിയുടെ അന്തസത്ത നശിപ്പിച്ച് പുതിയ രൂപത്തിൽ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം. നരേന്ദ്രമോദിയുടെ ഗാന്ധി നിന്ദ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അതിന് ദശകത്തോളം പഴക്കമുണ്ട്. ഗാന്ധിജിയെ പിറകോട്ട് തള്ളി ഗോഡ്സെയെ രാഷ്ട്രപിതാവായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ആസൂത്രിത നീക്കമാണ് സംഘപരിവാർ ശക്തികൾ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദശാബ്ദങ്ങളുടെ പഴക്കമുള്ള ഹിന്ദുത്വ അജണ്ടയാണ് ഘട്ടം ഘട്ടമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2014 അധികാരത്തിലേറിയത് മുതൽ തുടങ്ങിയതാണ് മോദിയുടെയും സഹചാരികളുടെയും രാജ്യത്തെ വൈദേശികാധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിൽ അദ്വിതീയ പങ്കുവഹിക്കുകയും ആഗോള സമൂഹം ആദരിക്കുകയും ചെയ്യുന്ന ഗാന്ധിയെ നിന്ദിക്കുകയും ഗാന്ധി ഘാതകൻ നാഥുറാം ഗോഡ്സെയെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന നിലപാട്. ഒന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ നശിപ്പിക്കുകയായിരുന്നു. ഈ വിഭാഗത്തിൽപ്പെട്ട 15,000 രേഖകളാണ് 2014 ജൂലൈയിൽ നശിപ്പിക്കപ്പെട്ടത്. 2017 ഖാദി കമ്മീഷൻ്റെ കലണ്ടറിൽ നിന്ന് ഗാന്ധിയുടെ ചിത്രത്തിനു പകരം തൻ്റെ ചിത്രം ചേർത്തു. NCERT പുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ ഒന്നൊന്നായി നീക്കം ചെയ്തു. 2019 ജനുവരി 30 ഗാന്ധി ചിത്രത്തിലേക്ക് വെടിയുതിർത്ത് ഗാന്ധിവധത്തെ പുനരാവിഷ്കരിക്കുകയും ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തെ ആഘോഷമാക്കുകയും ചെയ്തത് ഹിന്ദു മഹാസഭ നേതാവ് പൂജ ശകുൻ പാണ്ഡെയുടെയും അനുയായികളുടെയും ചെയ്തികൾ ഭാരതീയർ ഓർക്കുന്നുണ്ടാവും. ഇന്ത്യയിലെ പ്രമുഖ വ്യക്തിത്വമായിരുന്ന മഹാത്മാഗാന്ധിയെങ്കിലും ലോകം അദ്ദേഹത്തെ കുറിച്ചറിയുന്നത് 1982 റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി സിനിമ ഇറങ്ങിയതോടെയായിരുന്നുവെന്നാണ് മോദി പ്രസ്താവിച്ചിരിക്കുന്നത്. മാർട്ടിൻ ലൂതർ കിങ്ങിനെയും നെൽസൺ മണ്ടേലയെയും പോലുള്ള നേതാക്കളെക്കുറിച്ച് ലോകം ബോധവാന്മാരാണെങ്കിലും ഗാന്ധിയെക്കുറിച്ച് ലോകത്തിന് അറിവില്ലാതെ പോയിട്ടുണ്ട് എന്ന് മോദി ഇന്ത്യൻ ജനതയോട് വിളിച്ചു പറഞ്ഞു. എന്നാൽ ഗാന്ധി സിനിമ ഇറങ്ങിയതിന് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പേ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ വ്യക്തിത്വമാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി. വർണ്ണവിവേചനത്തിനും ബ്രിട്ടീഷ് ഇന്ത്യയിലെ കരിനിയമങ്ങൾക്കുമെതിരെ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സമരം നടത്തിയത് ആഗോള ശ്രദ്ധ ആകർഷിച്ചിരുന്നു. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം ബ്രിട്ടീഷുകാർക്കെതിരായി അഹിംസയിലൂന്നിയ സത്യാഗ്രഹ സമരം ആഗോള സമൂഹത്തിൽ അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധേയനാക്കി. മഹാത്മാ എന്നാണ് ലോകമെങ്ങും അദ്ദേഹം വിളിക്കപ്പെടുന്നത് തന്നെ. ആഗോള സമൂഹം ഗാന്ധിക്ക് നൽകുന്ന സ്ഥാനവും ആദരവും അതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. 1927 പ്രസിദ്ധീകരിച്ച ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് എന്ന ഗാന്ധിജിയുടെ ആത്മകഥ 3 വർഷത്തിനകം 3 ലക്ഷം കോപ്പി വിറ്റഴിക്കുകയും നിരവധി വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയുമുണ്ടായി എന്നതും ആഗോളതലത്തിൽ ഗാന്ധിയെക്കുറിച്ചുള്ള അറിവും ആദരവും വിളിച്ചോതുന്നു. 1982 ഗാന്ധി സിനിമ ഇറങ്ങുന്നതിന് അരനൂറ്റാണ്ട് മുമ്പ് 1930 ന്യൂയോർക്കിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ടൈംസ് മാഗസിൻ ഈ വർഷത്തെ മാൻ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്തത് ഗാന്ധിയെയായിരുന്നു എന്നതുപോലും മോദിക്ക് അറിവില്ലാതെ പോയി. ഗാന്ധി ഘാതകനായ നാഥുറാം ഗോഡ്സെയെ മഹത്വവൽക്കരിക്കുന്നതിനായി
അദ്ദേഹത്തിൻ്റെ പ്രതിമകളും ക്ഷേത്രങ്ങളും ഇന്ത്യയിലെ അങ്ങോളം ഇങ്ങോളം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന്. മോദി അധികാരത്തിലേറിയ ഉടനെ തന്നെ 2016 ഗാന്ധി ജയന്തി ദിനത്തിൽ ഉത്തർപ്രദേശിലെ മീററ്റിലെ ഹിന്ദു മഹാസഭ ഓഫീസിൽ ആദ്യത്തെ ഗോഡ്സെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടു. ആ ഉദ്ഘാടന ചടങ്ങിൽ മുന്നോട്ട് വെച്ച ആശയം ഗാന്ധിജിയെ ആദരിക്കുന്നത് അവസാനിപ്പിക്കൂ, ഗോഡ്സെയെ ആരാധിക്കൂ എന്നായിരുന്നു. 2017 ഗോളിയോറിൽ ഗോഡ്സെക്കായി ഒരു ക്ഷേത്രവും പണിതു. ഗാന്ധിജിയെ തമസ്കരിക്കുകയും അതിലൂടെ അദ്ദേഹത്തെ ഭാരതനാട്ടിൽ നിന്ന് നിഷ്കാസനം ചെയ്യാനുമാണ് സംഘപരിവാർ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോഡ്സെയെ രാഷ്ട്രപിതാവായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ആസൂത്രിത നീക്കമാണ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദശാബ്ദങ്ങളുടെ പഴക്കമുള്ള ഈ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്നതിൻ്റെ തുടർച്ചയാണ് മോദി തുടരുന്ന ഗാന്ധി നിന്ദ. ഇന്ത്യ എന്നാൽ ഗാന്ധിജിയാണ്. ഒരു ദേശത്തിൻ്റെ പേര് ഒരു മനുഷ്യനുമായി ഇത്രമേൽ ആത്മീയമായി ലയിച്ച ചരിത്രം അപൂർവമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രീയ സംഭവമല്ലെന്ന് ലോകത്തെ പഠിപ്പിച്ചത് ഗാന്ധിജിയായിരുന്നു. അത് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വിമോചനമാണെന്ന് അദ്ദേഹം തെളിയിച്ചു. സത്യവും അഹിംസയും ആയുധമാക്കി ഒരു സാമ്രാജ്യത്വത്തെ വിറപ്പിച്ച ആ മനുഷ്യൻ ഇന്ത്യയുടെ മനസ്സാക്ഷിയായി മാറി. ഗാന്ധിജി ഇന്ത്യയെ കണ്ടത് ഭൂപടത്തിലുള്ള ഒരു രാഷ്ട്രമെന്ന നിലയിൽ അല്ല, കോടിക്കണക്കിന് മനുഷ്യരുടെ ദുഃഖവും പ്രതീക്ഷയും ചേർന്ന ഒരു ആത്മാവെന്ന നിലയിലാണ്. ഇന്ത്യയുടെ ആത്മാവിനെ ലോകത്തിന് മുന്നിൽ ഗാന്ധിജി തുറന്നു കാട്ടി. ഇന്ന് ഇന്ത്യ മുന്നേറുമ്പോഴും വഴിതെറ്റുന്ന ഓരോ നിമിഷത്തിലും തിരിഞ്ഞു നോക്കേണ്ട കണ്ണാടി ഗാന്ധിജിയാണ്. അധികാരത്തിൻ്റെയും അക്രമത്തിൻ്റെയും ശബ്ദക്കളത്തിൽ മനുഷ്യത്വത്തിൻ്റെ മൃദുസ്വരം ഓർമ്മിപ്പിക്കുന്ന ധർമ്മബോധം ഗാന്ധിജിയുടെ ചരിത്രപാഠമായി മാത്രമല്ല കാലാതീതമായ ഒരു നൈതിക ദിശയായി തന്നെ നിലനിൽക്കും. കാലം മാറിയാലും വെല്ലുവിളികൾ പുതുക്കപ്പെട്ടാലും ഇന്ത്യ വഴി തെറ്റിദ്ധരിക്കാനുള്ള സൈനിക വെളിച്ചം ഗാന്ധിജിയാണ്. അധികാര രാഷ്ട്രീയത്തിൻ്റെ കോലാഹലത്തിനിടയിൽ മനുഷ്യനായി കാണാനുള്ള ബോധം ഓർമ്മിപ്പിക്കുന്ന ശബ്ദം. അതുകൊണ്ട് തന്നെ ഗാന്ധിജി ഇന്ത്യയുടെ ജീവാത്മാവാണ്, രാജ്യത്തിൻ്റെ ശ്വാസം. അതിനേക്കാൾ വലിയ സത്യമായി ഇന്ത്യയുടെ പരമാത്മാവുമാണ് രാജ്യത്തിൻ്റെ ആത്മബോധം. വളരെ കൃത്യമായി തന്നെ മഹാത്മാവിനെ തുടരുത് എന്ന തലക്കെട്ടിൽ നെല്ലിയോട്ട് ബഷീർ ഇന്നത്തെ ചന്ദ്രികയിൽ എഴുതിയ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിച്ചത്. ഒരു പുതിയ ഇന്ത്യയുടെ തുടക്കമായിരുന്നു മഹാത്മാഗാന്ധി. നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് അഥവാ തൊഴിലുറപ്പ് പദ്ധതി. ഇന്ത്യയുടെ ആത്മാവ് കൊടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് സ്വപ്നം കണ്ട രാഷ്ട്രപിതാവിൻ്റെ പേര് ആ പദ്ധതിയുടെ കാവ്യനീതിയായിരുന്നു. ഉറപ്പ് നൽകുന്ന 100 ദിവസത്തെ ജോലി അവകാശം ദരിദ്രരായ മനുഷ്യരോടുള്ള നീതിയായിരുന്നു എന്ന് കൃത്യമായി തന്നെ ഇന്നത്തെ ലേഖനത്തിൽ കൃത്യമായി പ്രിയങ്കരനായ നെല്ലിയോട്ട് ബഷീർ അവർകൾ ഇന്നത്തെ ലേഖനത്തിൽ കൃത്യമായി ഗാന്ധിജിയുടെ ചിത്രത്തോടു കൂടിയുള്ള ഒരു റിപ്പോർട്ട് ഇന്ന് നമ്മൾക്ക് മുമ്പിലെത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചതും അത് കൊണ്ടുവന്നതും പ്രിയങ്കരനായ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലാണ്. കൃത്യമായി തന്നെ ഇതിൽ ഉൾക്കൊള്ളിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിലേക്ക്, ഏറ്റവും പാവപ്പെട്ടവരിലേക്ക് ഇത് എത്താനും അവർക്ക് സ്വന്തമായി അവരുടെ അത്യാവശ്യങ്ങൾക്ക് ഉപകരിക്കാൻ ഉള്ള ചെറിയ സാമ്പത്തിക സഹായവും ഇതുപോലുള്ള തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള അതിൽ അവർ തൊഴിലെടുത്താൽ അവർക്ക് ലഭിക്കുമായിരുന്നു. എന്നാൽ ആ പദ്ധതിയുടെ പേര് മാറ്റുകയും ആ പദ്ധതി പാടെ തകിടം മറിക്കുകയും ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിനെതിരെ ശക്തമായി പാർലമെൻറ്റിന് മുമ്പിൽ തന്നെ കൃത്യമായി തന്നെ നമ്മുടെ കേരളത്തിലെയും മറ്റുമൊക്കെ MP-മാരടക്കമുള്ളവർ പ്രതിഷേധാഗ്നി തീർത്തിരുന്നു. ഏതായാലും കൃത്യമായും തന്നെ ഇന്നത്തെ ഈ ഒരു വിഷയം നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കണക്കാക്കുകയാണ്. ഏറ്റവും അടിത്തട്ടുള്ള ഒരു സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഇന്നത്തെ ഈ ലേഖനം നിങ്ങളെല്ലാവരും
കേൾക്കണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ജയ് ഭാരത്.